വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ സ്റ്റേജ് 1 10th പ്രിലിംസിന്റെ കട്ട് ഓഫ് മാർക്ക് എത്രയാകും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വിശകലനമാണ് കേട്ടോ. ഇത് എത്രയാവാനാണ് സാധ്യത എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാനായിട്ട് പോണേ. അപ്പോ അതിനു മുമ്പ് ടീച്ചർക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത് എന്താണെങ്കിൽ, നമ്മൾ LGS എക്സാമിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ 10th പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഈ ഒരു ക്ലാസ് ആരംഭിച്ചപ്പോ ആദ്യം നമ്മള് സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു എന്താ പറയാ ക്ലാസ് തുടങ്ങി. അപ്പോ 100 ഡേയ്സ് ക്ലാസ് ആയിരുന്നു. 100 ഡേയ്സ് കൊണ്ട് നമ്മൾ ആ സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. സിലബസ് കംപ്ലീറ്റ് ചെയ്ത് അതുപോലെ തന്നെ നമ്മൾ SCERT പാഠഭാഗങ്ങൾ എല്ലാം തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓരോ ചാപ്റ്ററും വായിച്ചാണ് കംപ്ലീറ്റ് ചെയ്തത്. അതിനുശേഷം PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരു 30 LGSന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തു. പിന്നെ നമ്മൾ എന്താ ചെയ്തത്, ഹോട്ട് ടോപ്പിക്സ് ക്ലാസ് ചെയ്തു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയും ഭാഗങ്ങള് പൂർണ്ണമായിട്ടും ടീച്ചറുടെ ഒപ്പം തുടക്കം തൊട്ടുണ്ടായിട്ടുള്ള കുട്ടികൾക്ക് ഇതിൽ കറണ്ട് അഫയേഴ്സ് പെടും, മാത്സ് പെടും, സിലബസിൽ എല്ലാം പെടും. അപ്പൊ അത്രയും ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് 15 മാർക്ക് എവിടെ നിന്ന് നമുക്ക് നേടാൻ പറ്റും? മാത്സിന്റെ ഭാഗത്ത് നിന്ന് 15 മാർക്ക് എങ്ങനെയായാലും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 15 മാർക്ക് നമുക്ക് സയൻസ് ഭാഗങ്ങളിൽ നിന്ന് നേടാൻ പറ്റും. ഇതിൽ രണ്ടിലും കൂടി മൊത്തം 40 മാർക്കാണ്. അപ്പൊ അതിൽ 30 മാർക്ക് നേടാൻ പറ്റും. ഇനി അടുത്തത് ബാക്കി 60 മാർക്കാണുള്ളത്. അതിലെന്താ ഉള്ളത്? GKയും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഭാഗമാണ്. അതിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ 40ഓളം ചോദ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്ന 40ഓളം ചോദ്യങ്ങൾ. അപ്പൊ ഏകദേശം 70 മാർക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടി എന്നുള്ളതാണ്. പിന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വേറെ ഹോട്ട് ടോപ്പിക്സ് ക്വസ്റ്റ്യൻസ് ചെയ്തതും അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെങ്കിൽ, നമ്മുടെ കഴിഞ്ഞ തവണത്തെ LGSന്റെ പ്രിലിംസ് കണക്കിലെടുക്കുമ്പോൾ അതിന് 75 മാർക്കായിരുന്നു കട്ട് ഓഫ്. അതുപോലെ തന്നെ ബീവറേജസിന്റെ LD നമ്മൾ നോക്കുമ്പോൾ അതിന് 80 മാർക്കായിരുന്നു പ്രിലിംസിന്റെ കട്ട് ഓഫ് പറയണേ. ഈ രണ്ട് പരീക്ഷകളേക്കാൾ ടഫ് ആയിട്ടുള്ള പരീക്ഷയാണ് ഇന്ന് നടന്നത്. ആ പരീക്ഷയെ കമ്പയർ ചെയ്തിട്ട് കുട്ടികൾ ചിലപ്പോ ഒരു 90 അതുപോലെ തന്നെ 95 ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയിട്ടുണ്ടാവാം. അത് ഇത്തിരി അതായത് ഉറപ്പില്ലാണ്ട് ഇനി വരുമോ എന്നൊക്കെ, അതായത് ഞാൻ ലിസ്റ്റിൽ വരുമോ എന്ന് വിചാരിച്ചൊക്കെ എഴുതിയിട്ടുണ്ടാവും. പക്ഷെ നന്നായിട്ട് പഠിച്ചിട്ടുള്ള കുട്ടികളാണെങ്കിൽ, അത്രയും ഭംഗിയായിട്ട് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഒരു 85 ക്വസ്റ്റ്യൻസ് എങ്കിലും കൃത്യമായിട്ട് അവർ ആൻസർ ചെയ്തിട്ടുണ്ടാവും. 85 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ടുണ്ടാവും. നമുക്കറിയാം, നമ്മൾ വീട്ടിലിരുന്ന പരീക്ഷ എഴുതല്ല, ഒരു എക്സാം ഹാളിൽ ഇരുന്ന പരീക്ഷ എഴുതാണ്. ഒരു നെഗറ്റീവ് മാർക്കിന്റെ ചാൻസ് ധാരാളം കൂടുതലാണ്. ഒരു 10% നെഗറ്റീവ് മാർക്ക് കളഞ്ഞാലും മിനിമം എത്ര നേടാനായിട്ട് പറ്റും? ഒരു 75 മാർക്കൊക്കെ നേടാനായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ച കുട്ടികൾക്ക് 72 75 മാർക്ക്, അതായത് 73നും 75നും ഇടയിലുള്ള മാർക്കൊക്കെ ധാരാളം കുട്ടികൾക്ക് നേടാനായിട്ട് പറ്റിയിട്ടുണ്ടാവും. ഇപ്പൊ നമ്മളൊക്കെ ഇവിടെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ കൊടുക്കുന്ന പല സ്ഥാപനങ്ങളിലും കുട്ടികൾക്ക് ആ മാർക്ക് ഒരുവിധം നന്നായിട്ട് കുറച്ച് നാളായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ലഭിച്ചിട്ടുണ്ടാവും. അപ്പോ നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇത്ര കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും നമുക്കറിയാം, നല്ലൊരു സ്റ്റാൻഡേർഡ് എക്സാം ആയിരുന്നു, ഇതൊരു പ്രിലിംസ് ആണ് എന്നുള്ളത് കൊണ്ടൊക്കെ തന്നെ ഏകദേശം എത്രമാത്രം കട്ട് ഓഫ് മാർക്ക് വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏകദേശം ഒരു കണക്ക് നോക്കുമ്പോൾ ഒരു 62നും 69നും ഇടയില് കട്ട് ഓഫ് മാർക്ക് വരാനാണ് സാധ്യത കൂടുതൽ. അപ്പൊ 62 മാർക്കൊക്കെ ഉള്ള കുട്ടികള് തീർച്ചയായിട്ടും നിങ്ങൾ എന്തിന് തയ്യാറെടുക്കുക? മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക എന്ന് ടീച്ചർ പറയും. അപ്പൊ നിങ്ങളുടെ മുന്നില് ഇനി എന്തുണ്ട്? LGSന്റെ മെയിൻസ് ഉണ്ട്, ബീവറേജ് LD ഉണ്ട്, അതുപോലെ തന്നെ VFA ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങൾ VFA ഇതൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പഠനം നിങ്ങൾ തുടങ്ങിക്കോളോ, യാതൊരുവിധ സംശയവും ഇല്ല. നിങ്ങള് ആ ഒരു ഘട്ടത്തിലേക്ക് കടക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത്ര മാർക്ക് കിട്ടിയിട്ടുള്ള കുട്ടികൾക്ക്, ഇതിന്റെ ഇടയിൽ മാർക്ക് കിട്ടിയിട്ടുള്ള കുട്ടികൾക്ക് മെയിൻസ് എഴുതാൻ പറ്റും എന്നുള്ളതാണ് റിതം ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന ഈ ചാനലിൽ ഞങ്ങള് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഈ ലെവലിലുള്ള ഒരു കട്ട് ഓഫ് മാർക്കാണ് കേട്ടോ. അപ്പൊ ഇനിയും സ്റ്റേജസ് വരാനുണ്ട്. രണ്ടാമത്തെ സ്റ്റേജ് നമുക്ക് മനസ്സിലായി, അത് ക്യാൻസൽ ചെയ്തു. ഇനി 3rd 4th വേറെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ, അതായത് 4 എക്സാമുകളാണല്ലോ പറഞ്ഞിരുന്നത്. അപ്പൊ ഇത്രയും
ഇനിയും എക്സാമുകൾ ഉണ്ട്. അപ്പൊ ഇനിയും കുറച്ച് കുട്ടികൾക്ക് വീണ്ടും എക്സാം വേറെ നടത്തുന്നുണ്ട് അല്ലെ, ആലപ്പുഴയിലൊക്കെ. അപ്പൊ അതൊക്കെ നമുക്ക് മനസ്സിലായി. അപ്പൊ നിങ്ങള് ഇനി എന്താ പറയാ, എനിക്ക് മാർക്ക് കുറവ് കിട്ടിയുള്ളൂ, ഇനി ഞാൻ പിന്നോട്ട് പോവാൻ, അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. മാർക്ക് കുറഞ്ഞാലും ഇനി നമുക്ക് മറ്റ് എക്സാമുകൾ ഉണ്ട്. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ പഠിക്കണം. അല്ലെങ്കിൽ ഇപ്പൊ ഇനി പഠിപ്പ് നിർത്തി, ഇനി ഞാൻ മുന്നോട്ട് പോകില്ല എന്ന് പറയും, കുറച്ച് കഴിഞ്ഞ് വീണ്ടും പഠനം തുടങ്ങും. അപ്പൊ ഈ പഠിച്ച കാര്യങ്ങളൊന്നും ഓർമ്മയുണ്ടാവില്ല. അങ്ങനെയുള്ളൊരു ലെവലിലേക്ക് നിങ്ങൾ പോവാതെ ഇപ്പൊ ഇന്ന് തൊട്ട് തന്നെ അടുത്ത പരീക്ഷയ്ക്കുള്ള പഠനം ആരംഭിക്കുക എന്നുള്ളതാണ് ടീച്ചർക്ക് പറയാനുള്ളത്. അതിന് വേണ്ടിയിട്ട് അടുത്ത ദിവസങ്ങൾ തൊട്ട് നമ്മൾ അടുത്ത എക്സാമുകൾക്ക് വേണ്ടിയിട്ട്, അതായത് പ്രിലിംസിന്റെ തന്നെ ബാക്കിയുള്ളതിനും വേണ്ടിയിട്ടുള്ള, അതുപോലെ VFA പോലുള്ള എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ നല്ലൊരു മേഖല ജോഗ്രഫി ഏരിയയിൽ നിന്നുണ്ടായി എന്നുള്ളത് നമുക്കറിയാം. അത് ജോഗ്രഫി, കേരളത്തിന്റെ ജോഗ്രഫി ആയിക്കോട്ടെ, ഇന്ത്യയുടെ ജോഗ്രഫി ആയിക്കോട്ടെ. പക്ഷെ കേരളത്തിന്റെ ജോഗ്രഫിയിൽ ഫുൾ മാർക്ക് കിട്ടുന്ന രീതിയിലുള്ളതായിരുന്നു പരീക്ഷയിൽ വന്ന ചോദ്യങ്ങളെങ്കിൽ ഇന്ത്യൻ ജോഗ്രഫി നമ്മളെ നന്നായി കുഴപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു. അപ്പൊ ഇന്ത്യൻ ജോഗ്രഫി മേഖല നമ്മൾ പഠിക്കണം. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ മേഖലയും അത്യാവശ്യം കുഴപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായി എന്ന് നമുക്കറിയാം. സയൻസിൽ നിന്നും കുറച്ച് 1, 2, 3, 4 ചോദ്യങ്ങളൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ ആ മേഖലകളൊക്കെ ഒന്നും കൂടി നല്ല രീതിയിൽ കവർ ചെയ്ത് നമുക്ക് പോണം. പിന്നെ കറണ്ട് അഫയേഴ്സ്, CA അല്ലെ, കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി എന്താ പറയാ, നല്ല രീതിയിൽ നമുക്ക് ഇനി പഠിക്കാം. ഇനി അടുത്ത ദിവസം നമ്മൾ കഴിഞ്ഞ ദിവസം നടന്ന സ്റ്റേജ് 1ന്റെ എന്താ പറയാ, നല്ല രീതിയിൽ നേരത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിലുള്ള ഒരു വിശകലനമായിരുന്നു. ഇനി കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയാ, അനുബന്ധ വസ്തുതകൾ അടക്കം ഒരു ക്ലാസ് ടീച്ചർ ഇടുന്നതായിരിക്കും. അതൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കുക. അടുത്ത പരീക്ഷയ്ക്ക് വളരെയധികം ഉപകാരപ്രദമാവും അത്. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർക്ക് പറയാനുള്ളത്. അപ്പോ അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.